ഹലോ മിനി. ആ രമേശാ, എന്നിട്ട് നിന്നെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ ഒന്നിക്കൊന്നും വിളിച്ചു നോക്കണ്ടേ? ആള് നാട്ടിലുണ്ടോ അല്ല എവിടെയും പോയോ ഉം. ഒക്കെ അന്വേഷിക്കാം. എങ്ങനെയാ ആള് വിളിക്കുമ്പോ ഒന്ന് അന്വേഷിക്കുക. ഇപ്പൊ തന്നെ നേരത്തെ വിളിക്കുന്നു. ഇപ്പൊ അടുത്ത് അതെയാ, ഞാനെന്നാ അപ്പുറത്തായിട്ടുണ്ടാവും. ആ, കാര്യമുണ്ടോ? ഒരു കാര്യം പറയാൻ വേണ്ടിയും വിളിക്കുന്നു. എന്തായി മോളെ കാര്യം എന്തെന്നും ഒന്നും അതിനൊന്നും ഇല്ല. എന്നാ നിന്റെ അടുക്കൊന്നും കൊണ്ടാ. എന്തെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞാല് നിങ്ങളെ മോക്ക് ഇഷ്ടപ്പെടണ്ടേ? കൊള്ളാതിനൊരു നല്ല സ്റ്റൈലുള്ളൊരു പയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലി തന്നെയാണ്. പക്ഷെ ഫീൽഡ് വർക്കാണ്. ഉം. നോക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെയാ, അല്ല ഈ സർക്കാർ ജോലിക്കാരിയൊന്നും വേണ്ടാന്നല്ലേ ഇപ്പോൾ പറയുന്നു. അതും ഫാമിലിയാണ്. കാണാൻ നല്ല ലൊക്കേഷൻ പോലത്തെ പയ്യനാണ് കേട്ടോ. ഞാൻ ഫോട്ടോ വണ്ടിക്ക് അയച്ചു തരാം. അതെന്താ അവക്ക് വേണ്ടാതെ ഇപ്പോ? അല്ല, ഫോട്ടോ അയച്ചിട്ടൊന്നും കാര്യമില്ല. ഓക്കിപ്പോ അതൊന്നും അല്ല, വേണ്ട പോലും. അതെയാ, അല്ല, ഇത് ഓരോന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന നോക്കിയിട്ട് ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുമ്പോ മോക്കത് വേണ്ട പോലും എന്ന് പറയാ. ഞാൻ ചോദിക്കുന്നേ, മോക്ക് വേറെ എന്തെങ്കിലും ഇടപാടെന്തെങ്കിലും ഉണ്ടാ? നീ അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. ഏഹ് ഉം. ഓക്കിപ്പോ സർക്കാർ ജോലിക്കാർ പുറത്തുള്ള ആളെ വേണം. പുറത്തുള്ള ആളെയാ? ആ, അതാരാപ്പ? അല്ല, പുറത്ത് ജോലിയുള്ള ദുബായിക്കാരൻ പറയാ അല്ലെങ്കിൽ ഗൾഫുകാരെയാ പറയുന്നത്? ഗൾഫൊന്നും വേണ്ട പോലും. പിന്നെ എന്നോട് ആദ്യമേ വേണ്ടെന്ന് പുറത്തുള്ളില്ലേ പറയും. ഇങ്ങനെ വേറെ സ്ഥലത്ത് ജോലി പോലും ഇപ്പം വേണ്ടേ. അത് ശരി, ഏത് രാജ്യത്തുള്ളവരും വേണ്ടേ? ഓസ്ട്രേലിയ? ഓസ്ട്രേലിയ മറ്റേത് അങ്ങനെ. ഓ, ഇപ്പോഴത്തെ പിള്ളേരെ ട്രെൻഡ്. ആ, അതന്നെ. അതൊന്നും ഇപ്പൊ എന്റെ കൈമേലില്ല. നോക്കാം, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ടൊക്കെയുള്ള പിള്ളേരൊക്കെ പുറത്തേക്കൊക്കെ അയച്ചു കഴിഞ്ഞാല് പിള്ളേർ പിന്നെ എപ്പെങ്കിലും ഇങ്ങനെ വരൂലും ചെയ്യും കേട്ടോ. ഓസ്ട്രേലിയയിലുള്ള ആളെല്ലാം കെട്ടിക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഏ, നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഫുള്ള് ഒറ്റക്കായി പോകില്ലേ? ആ, ഞാനും ഇനി എന്തെങ്കിലും ആരെങ്കിലും നോക്കാം. എനക്കും പറ്റുന്ന ആളുണ്ടെങ്കിൽ നീ കൊണ്ടാ. ഇത് നമുക്ക് മോക്കും എങ്ങനെ ഒരാളാണ് അല്ലെങ്കിൽ രണ്ടാളാ കഴിക്കാൻ വേണ്ടിട്ടാ? സ്കൂള് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാവൂലേ. അല്ല, അതിപ്പം കുറെ കാലത്ത് ഒറ്റക്ക് തന്നെയല്ലേ. അങ്ങനെ തന്നെ നിന്നാ പോരെ? ഒറ്റയ്ക്ക് എങ്ങനെയാണ് നിൽക്കുക? അനക്ക് പിന്നെ സർക്കാർ ജോലിയൊന്നും വേണ്ട കേട്ടാ. അല്ല, പിന്നെ ഇപ്പൊ അങ്ങ് കിട്ടും. സർക്കാർക്കാരെല്ലാം കണ്ണോട്ടം മാറില്ലേ? എനിക്ക് പിന്നെ എന്താ പറയണ്ടേ, നല്ല കളി അറിയാവുന്ന ആളാണെങ്കിൽ അത് മതി. ഓഹോ ഹോ ഹോ, ചെറിയായിട്ട് കളീന്റെ പിരാന്ത് തീർന്നിട്ടില്ലല്ലേ? ഇരുവാ അല്ല, നീയായാലും മതി. ഞാനായാലും മതി എന്ന് പറഞ്ഞാൽ നമ്മള് വന്നിട്ട് നിങ്ങൾക്ക് അങ്ങ് നിങ്ങള് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പോരാ പോരാന്നല്ലേ പറയുന്നു. അല്ല, നിന്നോട് ആരാ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല? നീ ഇത് മറ്റേ വന്ന് ഒരിക്കൽ മറ്റേ ആടുന്നു ഇടുന്നു അല്ല ഒരിക്കൽ നോക്കി അങ്ങ് പോകും. അത് ശരി, നമുക്ക് അത്രയല്ലേ ആണുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സമയവും കാലവും നേരം വേണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കണ്ടേ? ഇല്ല, എന്നാണ് നിങ്ങളെ സാധനം ഉള്ളേ? അല്ല, അതിന് മാത്രം അതോടെ ഞാൻ പറഞ്ഞേ, എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുമല്ലോ. അത് ശരി, ഞാൻ തന്നെ കട്ടണം, എന്നിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ കുറേ സമയം കളിച്ചുകൂടെ? നീ ഒറ്റയിട്ടൊന്നും വരണ്ടല്ലോ. ഉം. ഉം. അത് വേണോ? ഞാൻ ഇങ്ങനെ കല്യാണം ഒന്നും കഴിക്കാണ്ട് തട്ടിയും മുട്ടിയും നിങ്ങളെ പോലെയൊക്കെ ഉള്ളവരൊക്കെ സഹായിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാന്നാ എന്റെ വിചാരം. അപ്പൊ നീ അന്നെ മാത്രമല്ലേ സഹായിക്കല്? അല്ലാതെ ഞാൻ ഇപ്പൊ സഹായിക്കാനുണ്ടല്ലോ, പിന്നെ അവരുടെ കല്യാണം കഴിക്കാൻ പോകുന്നു. അല്ല, കല്യാണം കഴിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നിന്നിട്ട് എല്ലാ പരിപാടിയും നടക്കുമല്ലോ. അല്ല, അതിപ്പോ മോള് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. മോളെ അല്ലേ പറയുന്നത്, വേഗം പെണ്ണിനെ വേഗം കെട്ടിച്ചു വിടും, കെട്ടിച്ചു വിടും. നീ മറ്റേ അനക്ക് വേഗം പോണെന്ന് പറഞ്ഞിട്ട് നീ കാട്ടിക്കൂട്ടി ഒപ്പിക്കല് ചെയ്യുക അല്ല ഞാൻ പറയുന്നു. അങ്ങനെ കുട്ടികൾ നോക്കിക്കൂല. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനിയിപ്പോ ഈ സർക്കാർ ജോലിക്കാരന്റെ വേണ്ടെന്നല്ലേ പറയാൻ നിങ്ങൾ വരികയാണ്. അല്ല, സർക്കാർ ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പെണ്ണോട് പറ. പെണ്ണ് പറയുന്നതിന് ഉറപ്പായിട്ട് തുള്ളാണ്ട്. ഈ അധികം പുറത്ത്, അതായത് വിദേശത്തേക്കുള്ളവരെല്ലാം കെട്ടിക്കഴിഞ്ഞാല് നാട്ടിലൊന്നും മര്യാദയ്ക്ക് വരാൻ കഴിയില്ല. അവന്മാരെയൊക്കെ സ്വഭാവം എന്നാന്ന് പോലും അറിയില്ല. നമുക്കറിയില്ലേ. എങ്ങനെ? അല്ല, ഇങ്ങനെയല്ല ആയാല് അങ്ങനെ ഉണ്ടാവുമെന്ന് പുറത്തെല്ലാം പോയാല് അറിയണ്ടേ? അതിന് മാത്രമുള്ള പ്രായം പക്വതയില്ലായ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. നിനക്ക് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ടാ, എന്നാ പിന്നെ ഓള് കല്യാണം കഴിച്ച് കഴിഞ്ഞാല് അനക്കൊന്നും എനിക്ക് ഒരുമിച്ച് നിൽക്കാലോ.
ഒരെണ്ണം അത് തപ്പിയിട്ട് വരുമ്പോൾ പറയാം എനക്ക് അത് വേണ്ട, എനിക്ക് സർക്കാർ കൂലിപ്പണിക്കാരനെ വേണ്ട പറഞ്ഞാളെ. ഏതായാലും അത് പറയൂല. അതെന്താ അല്ല, കൂലിപ്പണി ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല കേട്ടോ ഇത്. കുറച്ച് പിള്ളേര് പ്രായം കഴിയുമ്പോൾ പിന്നെ പഴുത്ത ചക്ക പോലെ വീഴാൻ തുടങ്ങും കേട്ടോ. ഒന്നിനും കൊള്ളാണ്ടാവും, പിന്നെ ആരും തിരിഞ്ഞു നോക്കുകയില്ല. അതിന്റെ വില ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുമ്പോ ഒക്കെ തോന്നുള്ളൂ. പറഞ്ഞു കൊടുത്തേ കേട്ടോ, എപ്പോ ഇങ്ങനെ പഴുത്ത് നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഒരു സമയം കഴിയുമ്പോൾ താഴെ പോവും. എല്ലാം അറിയില്ലേ ഇങ്ങനെ? ആ, നിനക്കും അറിയില്ലേ, എനിക്കറിയില്ലേ, എനിക്കത് പറഞ്ഞു കൊടുത്തൂടെ. അതുകൊണ്ട് ഏതാണ്ട് വരുന്ന നല്ല നോക്കിയിട്ട് കയറി പിടിച്ച് പോകാൻ പറയും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞ ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ചെക്കനാണ്. അതാ ഞാൻ പറഞ്ഞു. ഞാൻ പെണ്ണിനോട് പറഞ്ഞു നോക്കട്ടെ, പറ്റുമെങ്കില്. ഇന്ന് പറ്റുമെങ്കിൽ ഓളോട് പറ, ഇതിലൊന്നും വലിയ കാര്യമില്ല. അതന്നെയല്ലേ പറയുന്നു, ജോലിയിലെന്നാ കായ്ക്കും കളി പിന്നെ. ജോലിയിൽ കാര്യമെല്ലാം ഉണ്ട്, പക്ഷേ ഒരു പണി മാത്രം ഉണ്ടായിട്ടല്ല, 2 പണി നടക്കണ്ടേ. നല്ല ജോലിയെന്ന് സർക്കാർ ആയാലും വേറെ എന്തെങ്കിലും ആയാലും ജോലി കിട്ടിയാലും നല്ലേ. പക്ഷേ സർക്കാർ ജോലിയിലോട്ടൊന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട, എല്ലാം മുടങ്ങും മാറാം കേട്ടോ. പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെങ്കില് കളിയിൻ്റെ അകത്ത് നന്നാ പോക്കാട്ടിക്കും. ഞാൻ പറയുന്നു, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ തെരഞ്ഞെടുക്കുന്നേ. അത് ശരി. പറയുമ്പോ നിങ്ങളെ കെട്ടിയവന്റെ അവസ്ഥ അതാണല്ലോ അല്ലേ, അറിയാലോ. പറഞ്ഞു കൊടുത്തേ, നല്ലത് വരുന്നെങ്കിലും നല്ല ജോലിക്കാരാണ്, കുറച്ച് നല്ല പണിയെടുക്കുന്ന ജോലിക്കാരാണോ അല്ലേ? പണിയെടുക്കുന്ന ആൾക്കാരെ കിട്ടിയാലേ നിങ്ങളൊക്കെ എല്ലാം കാര്യമുള്ളൂ. എന്നാലേ നല്ല ഉഷാറില് മറ്റേ പണി ചെയ്യാൻ പറ്റും, എല്ലാ പണിയും ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയണ്ടേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാണ്ടൊന്നുമില്ല, പിള്ളേരെല്ലാം പുറത്തു പോയിട്ടാകുമ്പോ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു അറിയില്ലല്ലോ. അത് വെറുതെ ഒരു ദിവസം ആരും അറിയാണ്ട് ഏതെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ പുറത്തെല്ലാം പോയേക്കണം, നേരം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളെ പെണ്ണിന് വേറെന്തെങ്കിലും ഇടപാടുണ്ടോന്ന്. അതൊന്നും ഇല്ലപ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പിള്ളേർ വെറുതെ റൂമിൽ വീട്ടിൽ ഇരുന്നാ മതി, ആടെ വരും എല്ലാം. എല്ലാം നോക്കിക്കോ കേട്ടാ. നീ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടാ, ഇതന്നെ ഞാൻ എങ്ങനെയോ നടക്കുമോ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ, ഇതിണ്ടല്ലോ, ഇതിനടക്കണ്ടേനു. പക്ഷെ അന്നേരം നിങ്ങൾക്ക് ആന്നും വേണ്ട, നിങ്ങൾക്ക് അന്നേരം സർക്കാർ ജോലിയേ വേണ്ടു. ഇപ്പൊ ഞാൻ തപ്പി പിടിച്ചിട്ട് അതൊരു സർക്കാർ ജോലിക്കാരനെ കിട്ടി, അപ്പോഴേക്കാ ഇത് ഇങ്ങനെയായി. ഇത് പെട്ടെന്ന് മാറുന്ന സ്വഭാവം ഞാൻ അറിയുക. ഇത് കല്യാണം കഴിച്ചാലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കല്യാണം കഴിച്ചാലും മാറിക്കൊണ്ടിരിക്കൂന്ന്. ഓന്റെ കഴിവ് പോലെ ഇരിക്കുന്നു, ഇത് ഓന്റെ മിടുക്ക് പോലെ ഇരിക്കുന്നത്. അത് ശരി. ഓന്റെ മിടുക്ക് പോലെ ഇരിക്കുന്നത് അതിപ്പോ ഓന് മിടുക്കില്ലെങ്കില് അത് പിന്നെ മറ്റുള്ളവർക്ക് പണിയാറ് കേട്ടോ. നിങ്ങളെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ മോശമൊന്നും അല്ലല്ലോ. ഞാൻ മോശമില്ലാന്ന് എനിക്കിപ്പോ അറിയുന്നത്രേ. അല്ല, അമ്മേനെ പോലെ ആയിരിക്കുമല്ലോ മോളും അല്ലേ. എന്തൊന്ന് കിട്ടിയാലും മതിയാവൂലല്ലോ. അനക്ക വീട്ടിക്ക് ഒരു കുത്തുകുത്തിയതാണല്ലോ. കുത്തുകുത്തിയൊന്നുമല്ല, നിങ്ങൾ കളിക്കാൻ ഭയങ്കര മിടുക്കിയാന്ന്, അതല്ലേ ഞാൻ പറഞ്ഞു. ഇത്രയും കളിയോട് താല്പര്യമുള്ള ആളെ അടുത്തൊന്നും കിട്ടൂല. പിന്നെ നിന്നെ കൂടി കിട്ടിയാലോ കുറച്ചും കൂടി മെച്ചപ്പെട്ടു. സാധാരണ പെണ്ണ് കളിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അനക്ക് എന്തോ അതിന് വലിയ താല്പര്യം കേട്ടാ. അതൊക്കെ മനസ്സിലായി. മാത്രല്ല എല്ലാത്തിനും മുൻകൈ എടുക്കുന്ന ആള് നിങ്ങൾ തന്നെയാണല്ലോ. ഞാനവിടെ വരുമല്ലോ, ബാക്കി നിങ്ങൾ സ്വന്തം ചെയ്തോളൂല്ലോ. എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കലില്ല. ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ എന്റെ ഇത് വേഗം എല്ലാം തീർന്നു പോകുന്നു. എല്ലാം ഇങ്ങോട്ട് കയറി ചെയ്യുമ്പോ നമുക്കിതൊന്നും ചെയ്യാൻ സമയമില്ല, പിന്നെ എല്ലാം ഒന്നര പോലെ ആവും. അത് ശരി, അങ്ങനെയായാ
എന്നിട്ടാ പിന്നെ വിളിക്കാൻ ഞാൻ വിളിക്കാൻ കാത്തു നിൽക്കുന്ന എന്തിനാ? അല്ല ഇതെല്ലാം ഇപ്പം പറഞ്ഞേരോ ഇന്ന് വേഗം നിന്നെ കണ്ടാ മതി തോന്നി. മോക്ക് ചെക്കനെ കിട്ടിയിട്ട് നിരക്കില്ല, നമ്മക്ക് കിട്ടിയാ മതി അല്ലേ? മോക്ക് എപ്പായാലും ചെക്കനെ കിട്ടൂലേ? എപ്പായാലൊന്നും കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് വരണല്ല നാളെ വന്നാ മതിയാ? ഇന്ന് ഇത് സമയം ഉണ്ടെങ്കിൽ വാങ്ങിക്കും. നേരെ പെണ്ണോ? പെണ്ണോ ഇപ്പൊ എല്ലാം ചോദിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അല്ല എല്ലാം ചോദിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ, കളിക്കാൻ പറ്റുമോ? അത് ഉറങ്ങണ്ടേ? ഉറങ്ങാണ്ടെങ്ങനെ വരുവോ? ഇതിലോട്ട് വരുവാ? എപ്പോ പിന്നെ വൈകുന്നേരം തന്നെ വാ. പെണ്ണിന് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊന്നുമില്ല. നോക്കാം, നമുക്ക് കേറുന്നെങ്കിൽ ഇത്ര കിട്ടിയിട്ട് വേഗം കെട്ടിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാല് നിങ്ങള് പറഞ്ഞാലോ പിന്നെ സൗകര്യമായേ. ഞാൻ പറഞ്ഞേ. ഞാൻ നോക്കട്ടെ കേട്ടോ, വേറെ ഏതെങ്കിലും പാർട്ടി കിട്ടുമെന്ന്. ഇതും വേണ്ടല്ലോ, ഇത് കൊണ്ടുവരണ്ടല്ലോ. അത് വേണ്ടെന്നല്ലേ പറയുന്നു. ഒന്ന് ചോദിച്ചു നോക്ക്, കാണാൻ നല്ല പയ്യനാ. ഇപ്പം പിള്ളേർക്ക് കാണാൻ നല്ലൊന്നെല്ലാം വേണ്ടത്. അത് പിള്ളേർ നിങ്ങൾ പറഞ്ഞില്ല, പിള്ളേർക്ക് കാണാൻ നല്ലൊന്നല്ല വേണ്ട, എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്തെങ്കിലും കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അത് രണ്ടിനും കണക്കാ, ആണായാലും പെണ്ണായാലും കണക്കാ. എന്തെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെയാണ് പിള്ളേർ ഇതിനു വേണ്ടി ആർത്തി പിടിച്ച് നടക്കും പോലെയാണ്. എന്നാ ഞാൻ നോക്കിയിട്ട്